നീളത്തിലരിഞ്ഞ സവാളയും മൃദുവായി ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല കനത്തിലരിഞ്ഞ തക്കാളിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞു പാത്രം അടുപ്പിലേറി അടുപ്പിലേക്ക് തീ പകർന്നു കൊടുത്തു. പാത്രം ചൂടായി അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ചെറുതായി നിറം മങ്ങി തുടങ്ങി. അതിലേക്ക് ഞാൻ ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. ഇഞ്ചിയും വെളുത്തുള്ളിയും മൃദുവായി ചതച്ച് വെച്ചിരിക്കുന്നത് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്നുണ്ടാക്കുന്ന ഇറച്ചിക്കറിയാണ്, അധികം താമസമില്ല. അതുകൊണ്ട് എല്ലാം ചടപടയെന്ന് ചെയ്തെടുക്കാറാണ് പതിവ്. ഇതിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ മണ്ടയിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടി ഇട്ട് കൊടുത്ത് മൂടി വെക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കരിവേപ്പില എടുത്തതില്ല, ഇനി മരത്തിൽ പോയി പറിച്ചിട്ട് വരണം. പുറത്ത് നല്ല വെയിലായിരിക്കുമോ? വെയിലുണ്ടോ? ഇല്ല, നല്ല തണലുണ്ട്. അപ്പോഴെന്താണേലും പോകാം. അങ്ങനെ ഞാൻ കരിവേപ്പില എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്കും സിൽവ കണ്ണും മിഴിച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. ഇനി ഇറച്ചിയുടെ മണമടിച്ചിട്ടാണോ അതോ എന്നോടൊപ്പം പുറത്തേക്ക് വരാനാണോ? അത് സിൽവയ്ക്ക് മാത്രം അറിയുന്ന കാര്യം. കരിവേപ്പില മണ്ടയിൽ മാത്രം ശരിക്കും നിൽക്കുന്നു, മൂട്ടിലോട്ടില്ല. എന്നാൽ നീ അല്പം വിശ്രമിച്ചോ, ഞാൻ അടുത്ത കരിവേപ്പിലയിലേക്ക് പോകാം. സാധാരണ എപ്പോഴും മറ്റേ കരിവേപ്പിലയിൽ നിന്നുമാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇവൻ എൻ്റെ 2-3 ഇലകൾ അടർത്തിയെടുക്കാം. അങ്ങനെ പൊടിച്ചെടുത്താലോ? അതെ, അല്ലേൽ വേണ്ട, വെറിയല്ലേ, അടർത്തിയെടുക്കാം. അങ്ങനെ ഞാൻ 2-3 ഇതളുകൾ അടർത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ 2 പച്ചമുളക് കൂടി പറിക്കുന്നുണ്ട്. ഇവിടെ ആരും നട്ടതല്ല കേട്ടോ, കള പൊടിച്ച് വന്നതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഞാൻ 2 മുളക് കൂടി അടർത്തിയെടുത്തിട്ടുണ്ട്. അടുത്ത മരത്തിൽ വെള്ളക്കാരുടെ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് പരുവമായി വരുന്നു. നിന്നെ ഞാൻ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പറിച്ചെടുത്തോളാം കുരുമുളകെ. ഇപ്പം നീ ഒന്ന് ക്ഷമിക്കൂ, എനിക്ക് നേരമില്ല എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ സിൽവയെ നോക്കുന്നു. എൻ്റെ സിൽവ ഇവിടെ ഇരുന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത് ബ്രഹ്മിയാണ് കേട്ടോ. അങ്ങനെ ബ്രഹ്മി വളർന്നു വരുന്ന ചെടിയിൽ നിന്നും സിൽവ വെള്ളവും കുടിച്ച് അതിൻ്റെ എനർജിയാവും അവൻ വിട്ടടിച്ചോടുന്നു. വാതിലെത്താറായപ്പോഴത്തേക്കും അവൻ്റെ സ്പീഡ് കുറഞ്ഞു. ഞാൻ എടുത്തുകൊണ്ട് വന്ന കരിയേപ്പിലയും ലെമൺ ഗ്രാസ് ഇല, ഇഞ്ചിപ്പുല്ലെന്നും അറിയപ്പെടും, അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി അതിൻ്റെ മണ്ടയിൽ കുറച്ച് സവാള കൂടി ഇട്ട് കൊടുത്ത് ബാക്കി വന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ പിടിക്കാൻ മറന്നുപോയി. അതുകൂടി ഇട്ട് കൊടുത്ത് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതെല്ലാം വഴണ്ട് നല്ല വെന്ത് വരുമ്പോഴത്തേക്കും ഇപ്പം ഏകദേശം പരുവായിട്ടുണ്ട്. ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. തക്കാളിയുടെയും സവാളയുടെയും പിന്നെ ഇറച്ചിയിൽ നിന്നും ഊറിയിറങ്ങിയ വെള്ളത്തിൽ നിന്നുമാണ് ഈ ഇറച്ചി വെന്തിട്ടുള്ളത്. ഞാൻ ഇതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ കുറച്ച് പെരിഞ്ചീരക പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് അങ്ങ് വേവിക്കുക. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് അത് അടി പിടിക്കുമെന്നുള്ള പേടിയും വേണ്ട. ജസ്റ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. കണ്ടോ, ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.